ഹായ്, അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വിഭവമാണിന്ന്. നല്ല ടേസ്റ്റി ഡിഷാണ്. ഇതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കണേ. നാളികേരം മുളച്ച് വേരൊക്കെ വന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ മുഴുവനും മുള വലുതായിട്ട് പൊങ്ങായിട്ടുണ്ട്. നാളികേരം നിറഞ്ഞിരിക്കണ അത്ര ഉണ്ടാവും പൊങ്ങ്. കുഞ്ഞി കുതുമ്പും ചെറിയ ഒലകളൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും ഭാഗം നമ്മൾ മുറിച്ച് കളഞ്ഞിട്ട് നാളികേരം പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, മുഴുവനും പൊങ്ങായിട്ട്. ഇതിങ്ങനെ നാളികേരത്തിൻ്റെ ഉള്ളിൽ ഫില്ലായിട്ടിരിക്കുകയായിരുന്നു. ഇനി പൊങ്ങിൻ്റെ നടു മുറിച്ച് കഷ്ണങ്ങളാക്കാം. പനീർ ക്യൂബ്സ് പോലെ ഷേപ്പിലാണ് മുറിച്ചെടുക്കേണ്ടത്. സോഫ്റ്റാണിത്, ചെറിയ മധുരമുണ്ട്. ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള പീസസ് ആക്കാം. ഇതെല്ലാം നുറുക്കിയെടുത്തു. ഇപ്പോൾ കാണാനും ശരിക്കും പനീർ ക്യൂബ്സ് പോലെ തന്നെയാണ്. ഒരു സബോള തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഭാഗം കളഞ്ഞ് സ്ക്വയർ പീസസ് ആക്കാം. തീരെ കുഞ്ഞു കുഞ്ഞാവണ്ട, ഇത്തിരി വലുപ്പത്തിൽ. ഇനി ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കാണ് എടുത്തിരിക്കണേ. ഇതും സബോള നുറുക്കിയ പോലെ തന്നെ കഷ്ണാക്കാം, ചതുരത്തിൽ. ചെറിയ തക്കാളി ആയതുകൊണ്ട് 4 തക്കാളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 എണ്ണം മതി. ഇത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ 1 കപ്പ് ടൊമാറ്റോ ജ്യൂസായി. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ബേ ലീഫ്. ഇനി ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ചൂടായി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പൊടികൾ ചൂടാക്കിയാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത മിക്സ് കറി ഉണ്ടാക്കിയിട്ട് ഫൈനൽ സ്റ്റേജിലാണ് നമ്മൾ ചേർക്കുക. അപ്പോൾ നല്ല ഫ്ലേവർഫുള്ളായിട്ട് കിട്ടും. എണ്ണയൊന്നും ഒട്ടും ഒഴിച്ചിട്ടില്ല, നല്ലോണം ചൂടായി. ഇനി ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി. ഇനി നുറുക്കി വെച്ച് പൊങ്ങ് ചേർക്കാം. ഒരുപാട് നേരം വറക്കരുത്, ഒട്ടും വേവില്ല അതിന്. നമ്മൾ വെറുതെ കഴിക്കുന്നതാണല്ലോ. പാനിലുണ്ടായിരുന്ന പൊടിയും എണ്ണയൊക്കെ പീസസിലേക്ക് അബ്സോർബ് ചെയ്തു. ഒരു 30 സെക്കൻഡ് ചൂടാക്കിയാൽ മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചിട്ട് സബോള വഴറ്റാം. പച്ചമണം മാറിയാൽ മതി. ക്യാപ്സിക്കം ചേർക്കാം. ചുവന്ന ക്യാപ്സിക്കാണ്. പച്ചയാണെങ്കിലും മഞ്ഞയാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല. ഈ കളറാകുമ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവും കറി. ഇതൊന്ന് വഴന്നാൽ മതി. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് മതിയാവും. ഇപ്പോൾ വെന്ത് കഴിഞ്ഞു. ഇനി പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതേ എണ്ണയിൽ തന്നെ ബാക്കി വഴറ്റാം. ഒരു സബോള നമ്മൾ പൊടിയായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് പകുതി വേവാകുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്ലെങ്കിൽ 2 ഇഞ്ച് ഇഞ്ചി കഷ്ണവും 10 വെളുത്തുള്ളി അലിയും കൂടി ചതച്ചെടുത്തിട്ടും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഉണ്ട് ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി. 2 സബോളയാണ് ആകെ വേണ്ടത്. 1 സ്ക്വയറായിട്ടും 1 പൊടിയായിട്ടും നുറുക്കി. ഇപ്പം എല്ലാം മൂത്ത നല്ല മണം വന്നു. ഇനി തക്കാളി അരച്ചത് ചേർക്കാം. ബ്ലാൻഡ് ചെയ്തിട്ടില്ല, തൊലിയോടെ പച്ചക്ക് അരച്ചതാണ്. അതുകൊണ്ട് നല്ലോണം തിളച്ച് വരണം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഒന്നും കൂടി ഇളക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്യാം. മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിക്കാം. ക്രീം കൂടുതൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ചേർക്കാം. ഇപ്പം നല്ല കളറാണ്. നമ്മുടെ കൂട്ടാൻ്റെ ബേസ് ഇതാണ്. ഇനി പൊങ്ങ് ചൂടാക്കിയത് ചേർക്കാം. ക്യാപ്സിക്കവും സബോളയും വഴറ്റിയതിടാം. പതുക്കെ യോജിപ്പിച്ചിട്ട് കൺസിസ്റ്റൻസി പാകത്തിനാക്കാം. വെള്ളം ചേർക്കാം. തിളച്ച വെള്ളമാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്.
ഇനി ഒരു തിള വന്നാൽ മതി. ഒരുപാട് നേരമായാൽ പൊങ്ങിങ്ങനെ അലിഞ്ഞ പോലെ ആയിപ്പോവും. ഉപ്പ് നോക്കിയിട്ട് ചേർക്കാൻ വേണമെങ്കിൽ ഈ സമയത്ത്. പനീർ പീസസ് പോലെ തന്നെ പൊങ്ങിൻ്റെ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട്. ഗ്രേവിയും പാകമാണ്. ഇനി 1/4 ടീസ്പൂൺ കസൂരി മേത്തി കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ടിടാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർക്കാം. ഇനി ആദ്യം നല്ലോണം ചൂടാക്കി വെച്ച പൊടികൾ ചേർക്കാം. ഇങ്ങനെ ഫൈനൽ സ്റ്റേജിൽ ചേർക്കുമ്പോഴാണ് ഫ്ലേവർ കറക്റ്റ് ആവുക. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ചൂടാക്കി വെച്ച ബേ ലീഫും കൂടി ചേർക്കാം. കടായി പനീർ പോലെ തന്നെ പൊങ്ങുകൊണ്ടുള്ള സ്പൈസി ഡിഷ് റെഡിയായി. സെർവിങ് ബൗളിലേക്ക് മാറ്റി കഴിയുമ്പോൾ കുറച്ചും കൂടി മല്ലിയില വിതറാം. അങ്ങനെ പൊങ്ങുകൊണ്ടുള്ള നല്ല സ്വാദുള്ള കറി റെഡിയായി. സ്പൈസി ഡിഷ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഇത് നല്ലോണം ഇഷ്ടമാവും. പൊങ്ങിൻ്റെ പീസസ് പനീർ ക്യൂബ്സ് പോലെ, പക്ഷെ വേറൊരു സ്വാദിൽ കടിക്കാൻ കിട്ടും. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നല്ലതാണ്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ അടുത്ത കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.